പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷു സ്പെഷ്യലായിട്ട് ഒരു 3 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പെയറായിട്ട് ഇടാൻ പറ്റിയ സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 മീറ്റർ ഇതുപോലെ ടസർ സിൽക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ ലൈനിങ് മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മെയിൻ ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് ഞാൻ 11.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് ആം ഹോൾ ഞാൻ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ 2 പോയിൻറ്റും കൂടി ഒന്ന് ലൈൻ വരച്ചിട്ട് യോജിപ്പിക്കാം. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് 22 ഇഞ്ചാണ്. അതിൻ്റെ 4ൽ ഒരു ഭാഗം എടുക്കണം, അപ്പോൾ 5.5 വരും. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത് ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് 21 ഇഞ്ചാണ്. അതിൻ്റെ 4ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 5.25 വരും. അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ വേസ്റ്റ് ലൈനും ചെസ്റ്റ് ലൈനും കൂടി ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചിട്ട് യോജിപ്പിക്കാം. ഇനി നെക്ക് വിഡ്ത്ത് ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ഡെപ്ത്ത് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ 3 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഒരുമിച്ച് തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് അത് ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഞാൻ യൂനെക്കാണ് കൊടുക്കുന്നത്. ആ യൂനെക്ക് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആം ഹോളും കൂടി ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇനി ഒരു 1/4 ഇഞ്ച് ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ താഴെ കസവ് വരുന്ന ഭാഗമാണ് ഞാൻ ഫ്രണ്ട് പോർഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശത്തിൽ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴത്തെ ഭാഗത്തും ഷോൾഡറിലും സ്റ്റിച്ച് ചെയ്യേണ്ട, ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ ബാലൻസ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതുപോലെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഞാൻ ഈ പീസ് തിരിച്ചിട്ടിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസാണ്. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതേപോലെ തന്നെ ബാക്കി വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. പക്ഷെ അത് തിരിച്ചിടാതെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ടെടുത്ത ഫ്രണ്ട് പീസ് ഇതിൻ്റെ നല്ല വശം ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വരുന്ന രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതുപോലെ കയറ്റി കൊടുക്കാം. ഉള്ളിലേക്ക് കയറ്റിയിട്ടിട്ട് രണ്ടിനെയും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെയൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ആ ഷോൾഡർ ഇതുപോലെ ഈക്വലാക്കി വെച്ചതിന് ശേഷം 2 സൈഡിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തെ ഷോൾഡറും ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ലൈനിങ് മാത്രം തിരിച്ച് അപ്പുറത്തോട്ടേക്ക് ഇടാം. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഷോൾഡർ ജോയിനിലും കിട്ടിയിട്ടുണ്ട്. അവിടെ നൂലൊന്നും പൊങ്ങി നിൽക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടും. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം.
ഇനി ഈ ടോപ്പിന് നമ്മൾ ബാക്കിൽ ഹുക്കും അയ്യുമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഹുക്കും അയ്യും വെക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ലൈൻ വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഹുക്കും അയ്യും വെക്കാനുള്ള ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഹുക്കും അയ്യും വെക്കാനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു 2 ഇഞ്ച് വിടുത്തുള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹുക്ക് വെക്കാൻ വേണ്ടി നമുക്കിതുപോലെ ഇതൊന്ന് നടുക്കെ മടക്കിയതിന് ശേഷം അറ്റവും കൂടി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുക. ഇനി ഐ വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്താണ്. അതിൻ്റെ ഒരു ഭാഗം എന്താ ഇതുപോലെ ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഐ വെക്കേണ്ട ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഇത് ഉള്ളിലത്തെ വശത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ലൈനിങ്ങും മുകളിൽ വരുന്ന രീതിയിൽ ഇതേപോലെ വെക്കുക ഈ ഭാഗത്ത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ക്ലോത്തിൻ്റെ അറ്റം ഇതുപോലെ വെച്ചിട്ട് ഈ ഭാഗത്തായിട്ട് ഇതുപോലെ നമുക്കൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇത് തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ ഒരു മടക്കുക. എന്നിട്ട് ഒരു മടക്കും കൂടി മടക്കി ഒരു കറക്റ്റാക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഐ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ടോപ്പിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലും അതേപോലെ ചെയ്യുക, 2 ഭാഗത്തും. അപ്പോൾ ഞാൻ അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ തിരിച്ചിടുക. അതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ചാണ് 2 സൈഡിലും സീം അലവൻസ് കൊടുത്തത്. അതിൽ നമ്മൾ കുറച്ച് ഭാഗം നമ്മളുടെ ലൈനിങ് അറ്റാച്ച് ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ടാവും. ബാക്കി 2 സൈഡിലും ഞാൻ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ലൈനിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ വരച്ചതിന് ശേഷം ആ ലൈനിലേക്ക് കൂടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്കിത് തിരിച്ചിടുമ്പോൾ നമ്മൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ബാക്കിൽ ഹുക്കും അയ്യും നമ്മൾ കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ സൈഡിൽ ഹുക്ക് വെച്ച് കൊടുക്കുക, ഇപ്പുറം ഐ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിന് കുറച്ചും കൂടി ഭംഗി കൂടാനായിട്ട് നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഷോ ബട്ടനൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഗമ്മ് വെച്ചിട്ട്. അപ്പോൾ ഇതാ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബേബി ക്രോപ്പ് ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.